അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് സൺഡേ ലഞ്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് ഞാൻ മുട്ടച്ചോറ് ഉണ്ടാക്കിയിരിക്കണേ കേട്ടോ. നോക്കിയാൽ നമ്മുടെ സാധാരണ കഴിക്കുന്ന ചോറുണ്ട് തന്നെ കേട്ടോ മുട്ടച്ചോറ് ഉണ്ടാക്കിയിരിക്കണേ. ഞാൻ കഴിക്കാൻ പോവാണ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പെട്ടെന്നൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം, സ്പെഷ്യലായിട്ട് കുട്ടികൾ കഴിക്കുകയും ചെയ്യും. മുട്ടയും കഴിക്കും, ചോറും കഴിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിതിൻ്റെ കൂടെ ഒരു പിക്കിൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സാലഡ് എന്തെങ്കിലും ആയാലും മതി. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി നോക്കാം. ഒരു കട്ടിയുള്ള പാത്രത്തിലേക്ക് 1 സ്പൂൺ ഗീ എടുത്തു, പിന്നെ ഏകദേശം 1 സ്പൂൺ വെളിച്ചെണ്ണ എടുത്തു കേട്ടോ. നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് പട്ടയും അതുപോലെ ഒരു 2 ഏലക്കായ എടുത്തു. പട്ട അത്യാവശ്യം വലിയ ഒരു പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതൊന്ന് പൊട്ടിമൊരിഞ്ഞ് വരുമ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി എന്നിവ ചതച്ചൊന്ന് മൊരിച്ചെടുത്തു. മൊരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് സവോളയും പച്ചമുളകും പിന്നെ ചേർക്കാൻ മറന്ന കറിവേപ്പിലയും ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഒന്ന് ബ്രൗൺ കളറാവുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, അത് ഓരോ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടി എടുത്തിരിക്കണേ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകത്തിൻ്റെ ഫ്ലേവർ കുറച്ച് മതി. അപ്പോൾ 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവായിട്ടാണ് ഞാൻ എടുത്തിരിക്കണേ. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ അത് ചേർക്കാം കേട്ടോ. പിന്നെ ഒന്ന് നന്നായി വഴന്ന് പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് 2 ഇടത്തരം തക്കാളി മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് അതിൽ ചേർത്ത് നന്നായി ഒന്ന് വരട്ടിയെടുക്കണം. നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായി ഡ്രൈ ആയിട്ട് വരണം. ഡ്രൈ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ. ഇത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ചോ, കാരണം അതങ്ങോട്ട് മൊരിഞ്ഞ് വരണം. നമ്മളിതിൽ സാധാരണ വീട്ടിൽ ചോറിനില്ലേ, അതുപോലെ ആ ചോറ് തന്നെ എടുത്തിട്ടാണ് ചെയ്തേട്ടോ. അല്ലാതെ ബസുമതി റൈസ്, ജീര റൈസ് ഒന്നല്ല ഉപയോഗിച്ചിരിക്കണേ. സാധാരണ നമ്മളെ ചോറില്ലേ, ആ ചോറ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ നന്നായി മൊരിഞ്ഞ് വരണം. ഇത് സ്മെല്ലടിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാട്ടോ. നല്ല ഒരു മണം വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വായിന്ന് കൊതി വരില്ലേ, അതുപോലെ. ഞാനിപ്പോൾ മുളക് പൊടിയും പച്ചമുളക് ഇട്ടിരിക്കണം. അതിന് പകരം വേണ്ടവർക്ക് ഈ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണേ. മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചോറ്, നല്ല മുല്ലപ്പൂ പോലത്തെ ചോറാണ്, അത് കുറച്ചിട്ട് മിക്സാക്കി കൊടുത്തു. പിന്നെ കുറച്ചിട്ട് മിക്സാക്കി കൊടുത്തു. അങ്ങനെ ഞാൻ എല്ലാതും അങ്ങോട്ട് മിക്സാക്കി എടുത്തു കേട്ടോ. എല്ലാ ചോറിട്ട് മിക്സാക്കി ലാസ്റ്റ് അതിൻ്റെ മുകളിലേ കുറച്ച് നമ്മുടെ മല്ലിയിലയും തൂവി മൂടി വെച്ച് പിന്നെ അങ്ങോട്ട് കഴിക്കുക. സൂപ്പർ ടേസ്റ്റ്.